പഴയൊരു കഥയാണ്. ഒരു മനുഷ്യൻ നല്ല വെയിലത്ത് നിന്ന് കളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കിളച്ച് 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 നന്നായി വിയർക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുക. അപ്പോൾ സൂര്യന് തന്നേക്കാൾ ഭയങ്കര ശേഷിയുണ്ടെന്നും ഈ സൂര്യനൊക്കെ എന്തൊരു ഭാഗ്യം എന്ന് വിചാരിച്ചു. എന്നിട്ട് അയാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ദൈവമേ സൂര്യനായിട്ടൊന്നും മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളത്. ദൈവത്തിനാണെങ്കിൽ ആ ദിവസം നല്ല മൂടുള്ള ദിവസമായിരുന്നു. ദൈവം വന്ന എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ സൂര്യനായിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ സൂര്യനായി. അങ്ങനെ സൂര്യനായിട്ട് ഇയാളിങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുക. വലിയ സന്തോഷമായി, കാരണം കിളക്കൊന്നും വേണ്ടല്ലോ. അങ്ങനെ സൂര്യനായി കത്തിജ്വലിച്ച് നിൽക്കുമ്പോഴാണ് കാർമേഘം മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ കാർമേഘം വന്നപ്പോൾ ഇയാൾക്ക് ആകെ ദേഷ്യമായി, കാരണം തന്നെ മറക്കുകയാണല്ലോ കാർമേഘം. അപ്പോൾ സൂര്യനേക്കാൾ കേമനായിട്ടുള്ള ഒരാളാണ് കാർമേഘം. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ കാർമേഘമാക്കി മാറ്റണേന്ന് പറഞ്ഞു. അങ്ങനെ കാർമേഘമായിട്ട് ഇയാൾ മാറി ഇങ്ങനെ വിലസാൻ തുടങ്ങി, സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ കാറ്റ് വന്നിട്ട് ഈ കാർമേഘത്തെ കൊണ്ടുപോയി. അപ്പോൾ ഇയാൾക്ക് തോന്നി മേഘത്തേക്കാൾ വലുതാണല്ലോ കാറ്റ്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ കാറ്റാക്കി മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം നേരത്തെ പറഞ്ഞ പോലെ നല്ല മൂഡിലല്ലേ, ദൈവം പറഞ്ഞു നീ കാറ്റായി മാറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കാറ്റായിട്ട് മാറി ഇങ്ങനെ 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 വിലസിക്കൊണ്ടിരിക്കുകയാണ്, വീശി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ പർവ്വതം കാറ്റിനോട് തടഞ്ഞു നിർത്തി. അപ്പോൾ ഇയാൾ ആഗ്രഹിച്ചു, കാറ്റിനേക്കാൾ മികവുറ്റത് പർവ്വതമല്ലേ, ദൈവം എന്നെ പർവ്വതമാക്കി മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം എന്ത് ചെയ്തു, ഇയാളെ പർവ്വതമാക്കി മാറ്റി. അങ്ങനെ പർവ്വതമാക്കി മാറ്റിയപ്പോൾ ഭയങ്കര കരുത്തോടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കടക്കിൽ വന്നിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ കളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് ഇയാൾ പറഞ്ഞു, ഇതാ പർവ്വതമായിട്ടുള്ള എന്നെ വരെ മനുഷ്യൻ കളച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ നീ എന്നെ മനുഷ്യനാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ദൈവം, അപ്പം നീ ആദ്യം ഉണ്ടായിരുന്നത് ഇതേ മനുഷ്യൻ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. നോക്കൂ എത്ര രസകരമായിട്ടാണ് ഈ കഥ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അയാൾ തന്നെ ഇയാൾ എന്ന രീതിയിലേക്ക് മാറി. നമ്മൾ EEGയും ECG ഒക്കെ എടുക്കാറില്ലേ, അപ്പോഴൊക്കെ കിട്ടുന്ന ചിത്രങ്ങളുടെ ഒരു സ്വഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് കിട്ടുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ അല്ലേ, തരംഗ സ്വഭാവത്തിലുള്ളതാണ്, കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. എപ്പോഴെങ്കിലും ആ ഗ്രാഫ് ഒരേ ലൈനിൽ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവൻ ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പോൾ ജീവനുള്ള സമയത്തൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ കയറി ഇറങ്ങി പോകേണ്ടതാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നലകളെ പറ്റി ഒന്ന് ആലോചിക്കണം. ഇന്നലകളിൽ നമ്മൾ ഇത്തരം പ്രയാസങ്ങളെയൊക്കെ മറികടന്ന് നല്ല വിജയം നേടിയവരാണ്. അപ്പോൾ ഇന്നലകളിൽ നേടിയ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ, ആ വിജയത്തെ പറ്റിയുള്ള ചിന്ത എന്ന് പറയുന്നത് ഇനിയുള്ള യാത്രയിൽ എപ്പോഴും നമുക്ക് കരുത്തു പകരുന്നതായിരിക്കും. നമസ്കാരം, ബിനോജ് മാഷ് VC ടോക്സിൻ്റെ പുതിയ വർത്തമാനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന വർത്തമാനം എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്, മനുഷ്യൻ്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചാണ്. എന്താണ് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്ന് പറയുന്നത് അല്ലേ? ഇന്ന് നമ്മളെല്ലാവരും പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ. നമുക്ക് എല്ലാവർക്കും പ്രയാസങ്ങളാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തൊരു ദിവസമില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ എന്താണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനഃശാസ്ത്രം പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയുന്നൊരു സംഭവമില്ല, മനുഷ്യൻ്റെ നീഡ് മാത്രമേ ഉള്ളൂ എന്ന് പറയും. പ്രോബ്ലം എന്ന് പറയുന്നൊരു സംഭവമില്ല, നീഡ് മാത്രമേ ഉള്ളൂ, അവൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്? നമ്മളൊന്ന് മനുഷ്യനെ എടുത്തൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം. ചെറുപ്പത്തിലാണെങ്കിൽ കുറേ ആളുകൾക്ക് പഠിക്കാൻ പോകുന്നൊരു പ്രശ്നമാണ്, പഠിത്തം ഒരു പ്രശ്നമാണ്. ചിലവർക്ക് പഠിക്കാൻ പറ്റാത്തതൊരു പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സമൂഹത്തിൽ മൊണോലിസ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ കഥ നമ്മൾ കേട്ടു അല്ലേ? കുംഭമേളയ്ക്കിടെ വളരെയധികം വൈറലായി പോയ മൊണോലിസ എവിടെയാണ് പഠിക്കുന്നത് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഞാൻ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആളുകളുടെ പ്രശ്നം പഠിക്കാൻ അവസരമില്ലാത്തതാണ്, കുറേ ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് പഠിക്കുന്നതാണ് പ്രശ്നം. അപ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ട് കേട്ടോ. പഠിപ്പ് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ജോലി കിട്ടാത്തതാണ് പ്രശ്നം, കുറേ ആളുകൾക്ക് ഉള്ള ജോലിയാണ് പ്രശ്നം. അപ്പോൾ ജോലി കിട്ടാത്തതൊരു പ്രശ്നം, കിട്ടിയ ആളുകൾക്ക് ജോലി ഒരു പ്രശ്നം. ഇനി അത് കഴിഞ്ഞാലോ,
കുറേ ആളുകൾക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്തതാണ് ഒരു പ്രശ്നം. കുറേ ആളുകൾക്ക് വിവാഹം കഴിഞ്ഞതാണ് പ്രശ്നം. കഴിഞ്ഞ വിവാഹവുമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു പ്രശ്നമാണ്. കുറേ ആളുകൾക്കാണെങ്കിൽ വിവാഹം കഴിയാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇനി കുറേ ആളുകൾക്കോ കുട്ടികളില്ലാത്തതിൻ്റെ പ്രശ്നം. കുറേ ആളുകൾക്ക് ഉള്ള കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ കുട്ടികളില്ലാത്തതൊരു പ്രശ്നം, കുട്ടികൾ ഉണ്ടായതിൻ്റെ പേരിലൊരു പ്രശ്നം. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാലോ കുറേ ആളുകൾക്ക് വാർദ്ധക്യം എന്ന് പറയുന്നൊരു പ്രശ്നമായിട്ട് മാറുന്നു. കുറേ ആളുകൾക്ക് വാർദ്ധക്യത്തിൽ എത്താൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് മാറുന്നു. കുറേ ആളുകൾക്ക് നല്ല സ്വത്തുള്ളത് ഒരു പ്രശ്നമായിട്ട് മാറുന്നു. ചിലർക്ക് സ്വത്ത് ഇല്ലാത്തതാണ് പ്രശ്നം. ഉള്ള സ്വത്തുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളോടെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഇല്ല എന്ന് പറയുന്ന ആളുകളും അതിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. ഇതോടുകൂടി അവസാനിക്കുന്നില്ല. ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മളുടെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ എല്ലാ ആളുകളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ്. ഈ നമ്മൾ പറയും പ്രോബ്ലം എല്ലാവരുടെയും ഏതാണ്ട് ഒരുപോലെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുമായി ചേർന്ന് നിൽക്കുന്ന പ്രശ്നങ്ങളാണ് എല്ലാ ആളുകൾക്കും ഉള്ളൂ. പക്ഷെ ഈ പ്രോബ്ലങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ നേരിടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു പ്രശ്നത്തിനെ നേരിടാം? നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നമൊന്നും എന്നുള്ളത് ഇല്ല, നീടുകളേ ഉള്ളൂ. നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ കണക്കിൽ നമ്മൾ പറയും ഒരു ചോദ്യം വരിക കുട്ടികൾക്കിടയിലേക്ക്, ഒരു വര വരച്ചുകൊണ്ട് കുട്ടികൾ ചോദിക്കും, ഈ വരയെ എങ്ങനെ ഒരു ചെറിയ വരയാക്കി മാറ്റാം? ഇതൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ ബുദ്ധിമാനായിട്ടൊരു കുട്ടി പറഞ്ഞു, അപ്പുറത്തൊരു വലിയ വര വരച്ചാൽ പോരെ മാഷേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വരച്ച വര എന്തായി? ചെറുതായി. ഒന്നും ചെയ്യാതെയാണ്. ഈ വരയെ ഒന്നും ചെയ്യാതെ വേണം ചെറുതാക്കാൻ. അപ്പോൾ കുട്ടി ചെയ്ത സൂത്രം എന്തുള്ളത്? അപ്പുറത്ത് വലിയൊരു വര വരച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെയാണ് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും. വളരെ രസകരമായി ചിന്തിച്ചാൽ, ഫ്ലെക്സിബിളായി ചിന്തിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ പ്രയാസങ്ങളെയൊക്കെ മറികടക്കാൻ വേണ്ടി കഴിയുന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു സൂത്രം വരുന്നുണ്ട്, ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി പഠിക്കണം എന്നുള്ളതാണ്. രാമായണത്തിലെ ഒരു കഥയുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ വായിച്ചു പഠിച്ചൊരു കഥ കൂടിയാണ്. സുരസ എന്ന് പറയുന്ന നാഗമാതാവ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വന്നു നിന്നുകൊണ്ട് ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ഹനുമാനെ തടയുന്നുണ്ട്. ഹനുമാന് വേണ്ട സമയത്ത് യുക്തി ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമോ എന്ന് പരീക്ഷിക്കാനാണ് സുരസ നാഗമാതാവ് അവിടെ വരുന്നത്. സുരസ വലിയ രീതിയിൽ വായ പൊളിക്കുന്നുണ്ട്. അപ്പൊ ഹനുമാൻ എന്ത് ചെയ്തു എന്നറിയോ? അതിനേക്കാൾ വലിയ രൂപത്തിലേക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് അങ്ങോട്ട് മാറി. സുരസ വീണ്ടും വായ പൊളിച്ചു, ഹനുമാൻ വീണ്ടും വലുതായി. സുരസ തിരിച്ചു വായടക്കുന്നതിന് മുമ്പ് ഹനുമാൻ പെട്ടെന്ന് ചെറുതായി സുരസയുടെ വായിൻ്റെ ഉള്ളിലൂടെ കയറി മൂക്കിലൂടെ പുറത്തേക്ക് കിടക്കുന്നുണ്ട്. ഞാൻ ഈ കഥ കൂടെ പറയാൻ കാരണം ഇത് പുരാണം അല്ലേ, ഇതിഹാസം, ഇതിനെ മിത്തോ, എങ്ങനെ എന്തൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് നമ്മളുടെ പോസിബിലിറ്റീസ് ആക്കി മാറ്റാം, അല്ലെ? നമ്മളുടെ കഴിവ് അപ്പോൾ കൂടുതൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുക ചെയ്യുക. ഈ നേരത്തെ ഹനുമാന്റെ കഥ പറഞ്ഞതുപോലെ ആ പ്രയാസത്തെ മറികടന്നപ്പോൾ തനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ശേഷി ഉണ്ട് എന്ന് നമുക്കത് മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ്. മനഃശാസ്ത്രത്തിലെ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം പറയുന്നത് ദർ ഇസ് നോ ഫെയിലിയർ, ഓൺലി ഫീഡ്ബാക്ക്. ജീവിതത്തിൽ പരാജയം എന്ന് പറയുന്ന ഒന്നില്ല, ഫീഡ്ബാക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ പാഠങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എങ്ങനെ ഇത്തരം കടന്നു വരുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പല പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നാമത്തെ സൂത്രം നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഒരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മളുടെ കണ്ണിലൂടെ മാത്രം കാണാതെ ആ വിഷയത്തിൽ ഉൾപ്പെട്ട മറ്റാളുകളുടെയൊക്കെ കണ്ണുകളിലൂടെ, കാഴ്ചപ്പാടിലൂടെ നമുക്ക് കാര്യങ്ങളെ കാണാൻ വേണ്ടി കഴിയണം. മനഃശാസ്ത്രം പലപ്പോഴും ഇതിനെ എംപതി എന്നൊക്കെ വിളിക്കാറുണ്ട്. മറ്റുള്ള ആളുകളുടെ കണ്ണുകളിലൂടെ കൂടി കാര്യങ്ങളെ നോക്കി കാണുക. ഇവിടെ ഞാനത് മൾട്ടിപ്പിൾ പെർസെപ്ഷൻ എന്ന രീതിയിൽ, അല്ലെ, ബഹുമുഖ വീക്ഷണം എന്ന രീതിയിലേക്ക് മറ്റാളുകളുടെ കൂടി കാഴ്ചപ്പാടിലൂടെ ആ വിഷയത്തെ, നമ്മൾ അകപ്പെട്ട പ്രശ്നത്തെ നോക്കി കാണാൻ വേണ്ടി തുടങ്ങിയാൽ അതൊരു പ്രശ്നമല്ല എന്ന് നമുക്ക് തോന്നും, ആരും കുറ്റക്കാരല്ല എന്ന് നമുക്ക് തോന്നും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് ഈ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു തുടർ പഠനത്തിനുള്ള അവസരമാണ്, കണ്ടിന്യൂസ് ലേണിങ്ങിനുള്ള അവസരമാണ്. ഒപ്പം തന്നെ അഡാപ്റ്റബിലിറ്റിക്ക്, ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടാനുള്ള
നമ്മുടെ കഴിവ് കൂടി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കടന്നു വരുന്ന പ്രശ്നം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം ഒരു 555 ടെക്നിക്കാണ്. എന്താ ഈ 555 ടെക്നിക്ക് എന്നുള്ളതല്ലേ? നമ്മൾ ഈ പ്രശ്നം വന്നതിന് ശേഷം നമ്മളൊന്ന് ചിന്തിക്കുക, ഇത് കഴിഞ്ഞിട്ടുള്ള 5 ദിവസത്തിന് ശേഷം ഈ പ്രശ്നം ഇതേ ഇമ്പാക്റ്റിൽ ഇതേ അളവിൽ നിൽക്കുമോ നമ്മളൊന്ന് ചിന്തിക്കണം. ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷമുള്ള 5 മാസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലഘട്ടം നമ്മൾ ചിന്തിക്കുക. അപ്പോഴും ഈ പ്രശ്നം ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. ഇത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ട്, ഞാൻ 555 എന്ന് പറയുക, ഈ പ്രശ്നം 5 വർഷം കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും ചിന്തിക്കുക. ആ പ്രശ്നത്തിന്റെ ആ ഒരു ഡെൻസിറ്റി, സാന്ദ്രത ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഇത് മാത്രമല്ല, മനഃശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് വരുന്ന ഏതൊരു പ്രശ്നത്തിനും 2 മിനിറ്റ് കൊണ്ട് അവന് നല്ല തലച്ചോറ് ഉള്ള ഒരാളാണെങ്കിൽ എല്ലാ ആളുകളുടെയും ബ്രെയിൻ ഒരുപോലെയാണ്, ഒരു മാറ്റവുമില്ല. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായി ബ്രെയിൻ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ 2 മിനിറ്റിൽ 20 സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നത്തിന് നമ്മൾ കേട്ടിട്ടില്ലേ, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി, അങ്ങനെ 20 പ്ലാനുകൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അത്രയിലേക്കൊന്നും പോണ്ട, നമുക്കൊരു 4 പ്ലാൻ, അതിന് വേണ്ടി ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ല മറ്റൊരു മാർഗം. ഇതും കഴിഞ്ഞാൽ മറ്റൊരു സൂത്രം കൂടിയുണ്ട്. ഈ പ്രശ്നത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? ജേണൽ ചെയ്യുക, എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോൾ നമ്മൾ അറിയാത്ത സൂത്രങ്ങളുടെ ഉള്ളിലേക്ക് വരും കേട്ടോ. പലപ്പോഴും ഇത് നമ്മൾ അത്ര എളുപ്പമല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ജേണലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള കഴിവിനെ, നമ്മളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയെ, തലച്ചോറിന്റെ പവറിനെ ഏറ്റവും കൂട്ടാനുള്ള മാർഗമാണ് എഴുത്ത് എന്ന് പറയുന്നത്. കാരണം എഴുത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒരുപോലെ ആക്ടിവേറ്റഡ് ആവും എന്നുള്ളതാണ്. അപ്പോൾ ജേണലിംഗ് നമുക്ക് നല്ലൊരു മാർഗമായി കൊണ്ടുവരാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ പറയും, നല്ല രീതിയിലുള്ള എക്സസൈസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏത് പ്രോബ്ലം, ഏത് പ്രയാസമുള്ള സമയത്താണെങ്കിലും നമ്മൾ ബോഡി വാമപ്പായി ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സൂത്രം എന്ന് പറയുന്നത്. ഒരു സൂത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അല്ലേ, ഏതൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ നമ്മളെ ഇകഴ്ത്തി കാണേണ്ടതില്ല. അതുപോലെ തന്നെ ഈ പ്രശ്നത്തിന്റെ കാരണം മറ്റൊരാളാണെന്ന് പറഞ്ഞ് മറ്റൊരാളെയും ഇകഴ്ത്തി കാണേണ്ടതില്ല. ഇതിനപ്പുറത്തേക്ക് ഈ പ്രശ്നങ്ങൾ നമ്മളുടെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യാവുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുക, നമ്മുടെ ഫാമിലിയുമായി നല്ല കോണ്ടാക്ട് ഉണ്ടാക്കി ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ വിഷയങ്ങളെ നമ്മുടെ സുഹൃത്തുക്കളുമായി, നമ്മുടെ ഫാമിലിയുമായി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വളരെ ചെറിയ വിഷയങ്ങളാണെന്നും ഇതൊരു പ്രതീക്ഷയാണെന്നും ഇത് ഒരു പോസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഇതൊരു സാധ്യതയാണെന്നും ഇത് നമുക്ക് മറ്റൊരു പ്രോജക്റ്റാക്കി മാറ്റാമെന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി എടുക്കാം. എന്തായാലും ഇന്നത്തെ വർത്തമാനം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇത്തരം വാർത്തകൾ, ഇത്തരം വിശേഷങ്ങൾ, ഇത്തരം വർത്തമാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. മറ്റൊരു വാർത്തയും വിശേഷവുമായി നമുക്ക് മറ്റൊരിക്കൽ കാണാം. താങ്ക് യു.